Dear students, now we are discuss about module 4 part 2 reapportionment of overhead. The reapportionment of overhead is the fourth stages step for linking overhead to cost unit, and the reapportionment of overhead is the process of redistribution of cost of services department to production department is termed as a reapportionment of overhead or secondary distribution of overhead. The total of overhead obtained in service department through allocation and apportionment of overhead are reapportioned to production department for making the production department to bear the entire expense on production. ഓക്കെ, ദ റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫോർത്ത് സ്റ്റേജാണ്. ഓവർഹെഡിനെ നമ്മുടെ പെർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഫോർത്ത് സ്റ്റേജാണ് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിനകത്ത് ഉണ്ടാകുന്ന ഓവർഹെഡിനെ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ നമ്മൾ അപ്പോർഷൻ ചെയ്യുമായിരുന്നു. ഇവിടെ റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്ന സ്റ്റേജസിൽ പ്രധാനമായും നമുക്കുണ്ടാകാവുന്ന ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന എക്സ്പെൻസിനെയും കൂടി പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ വീണ്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എക്സ്പെൻസിനെ അത് പർട്ടിക്കുലർ പ്രൊപ്പോർഷൻ്റെ ബേസിൽ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ദ വേരിയസ് ബേസിസ് ഓഫ് കോമൺലി അഡോപ്റ്റഡ് ഫോർ റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ the service department and basis. Then first one, the stores department, apportion on the basis of value or quantity of stores issued. Then second one, purchase department, on the basis of number of purchase or value of materials is purchased. Then third one, the personal department and labor welfare expense on the basis of number of employees. Then fourth one, repairs and maintenance, then on the basis of hours worked. Then fifth one, tool room, on the basis of direct labor hours. Then sixth one, employees contribution to insurance on the basis of number of workers or direct wages. Then seventh one, inspection. The inspection hours or value of items is inspected. Then eighth one, accounts department on the basis of number of workers. Then ninth one, internal transport on the basis of weight or value of materials is handled. Then last one, external transport, then on the basis of kilometers or truck hours or weight of material. ഓക്കെ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷനിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകാവുന്ന എക്സ്പെൻസിനെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then there are number of methods involved in reapportionment of overhead of service department, mainly direct distribution method, then second one, repeated distribution method, then third one, simultaneous equation method, then fourth one, step method. Then first one, direct distribution method. Then under direct distribution method, the cost of service departments are shared directly amongst the production department in some equitable basis, and this method ignores the service rendered by one service department to another service department. So the overhead expense or service department are directly allocated or apportioned to production department only. Okay, the direct distribution method എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ആണ്. അതിൽ പ്രധാനമായിട്ടും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ ഓരോ പ്രൊപ്പോർഷൻ്റെ ആനുപാതികമായിട്ട് ഡയറക്റ്റായിട്ട് തന്നെ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന എക്സ്പെൻസിനെ അതിനെ ഒന്നെങ്കിൽ ഈക്വലി അല്ലെങ്കിൽ ഓരോ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് ആ ഓർഗനൈസേഷനുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്ന ആ ഒരു ഡയറക്റ്റായിട്ട് അപ്പോർഷൻ ചെയ്യുന്ന ആ ഒരു
മെത്തേഡിനെ നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, this industries has three production department, that is X, Y and Z, and five service department. The following are the details of primary distribution summary are for the month of January 2014. Then the production department X 50,000, Y 35,000, Z 15,000. Then total expense is 1 lakh. Then the service department canteen rupees 6,000. Then timekeeping 4,500. Then accounts 7,500. Then stores 2,000. Power 5,000. Total 25,000. Then the following details are available in respect of production department. Number of workers, department X 16, department Y 8, department Z 6. Then horsepower of machine, department X 60, department Y 40 and department Z 25. The number of stores requisition, department X 250, Y 100 and Z 50. Then apportion on the cost of service department to the production department. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഇവിടെ ഈ ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസിനോടൊപ്പം തന്നെ കൺസേൺഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകളെ നമ്മൾ ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ ഡയറക്റ്റായിട്ട് പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ സൊല്യൂഷൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് അണ്ടർ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയാണ് ഇത് തയ്യാറാക്കുക. പ്രധാനമായിട്ടും 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഐറ്റം, ദെൻ സെക്കൻഡ് വൺ ബേസിസ്, ദെൻ തേർഡ് കോളം ഈസ് ടോട്ടൽ, then fourth and fifth and sixth column should be provide concerned production department, that is production department X, production department Y, then production department Z. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കാണിക്കേണ്ട, കാരണം ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണിക്കുക, ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി given, then total of 3 production departments, that is 1 lakh. Then Z portion is that rupees 50,000, Y 35,000, Z 15,000. Then the next step is that to be the service department expenses is allocated to on the basis of criteria to production department. Okay, അടുത്ത എന്താണ്, നമുക്ക് 5 പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസിനെ നമ്മൾ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ വിഭജിച്ച് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ക്യാൻറ്റീൻ. The amount is 60,000. Amount is that 6,000. ഓക്കെ, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും 6,000 രൂപയാണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 6,000 രൂപ എന്താണ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ക്യാൻറ്റീൻ എക്സ്പെൻസിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷനകത്ത് നോക്കുക. ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഈ ഇൻഫർമേഷൻ ഹിൻഡിൽ നിന്ന് നമ്മളെന്താണ് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് വേണം ഈ എക്സ്പെൻസിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നോക്കുക, എന്താണ് എക്സിൽ 16 വർക്കേഴ്സാണുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് വൈയിൽ 8 വർക്കേഴ്സാണുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് ഇസഡിൽ 6 വർക്കേഴ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8:4:3 എന്നൊരു പ്രൊപ്പോർഷൻ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു പ്രൊപ്പോർഷനിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാൻറ്റീൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 6,000 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8:4:3 എന്ന പ്രൊപ്പോർഷനിൽ എഴുതുക. അപ്പോൾ എക്സിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 6,000 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 15, ദാറ്റ് ഈസ് 3,200. Then Y's proportion is that 1,600. Then Z proportion is 1,300.
200. Okay. Then the second department is timekeeping. Timekeeping is related to employees. So the timekeeping workers, the department of timekeeping's expenses are allocated on the basis of number of workers. The proportion is that 8 is to 4 is to 3. So the X proportion is that 4,500 into 8 divided by 15, that is 2,400, then 1,200, then 9,000. Then the third department is accounts. Okay, accounts is related to workers. Then the proportion is that 8 is to 4 is to 3. That is 7,500 into 8 divided by 15, that is 4,000. Then Y's proportion is that 2,000. Z proportion is that 1,500. Then the next department, service department, is the stores department. Okay, the stores department is allocated on the basis of stores requisition, that is X to 250, department Y 100, department Z 50. Then the proportion is that 5 is to 2 is to 1, 5 is to 2 is to 1. Then the total stores expense is that 2,000. The proportions of X is equal to 2,000 into 5 divided by 8, that is 1,250, Y 500, then Z 250. Then last department, service department, is power. Then the powers is allocated on the basis of horsepower of machine. That's department X 16, then department Y 14, department Z 25. And the proportion is that 12 is to 8 is to 5. So the X proportion is that 5,000 into 12 divided by 25, that is 2,400. Y's proportion 1,600. Z proportion 1,000. Okay. Then ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. 5 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 5 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഡയറക്റ്റായിട്ട് ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ആ എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ. ഇനി അതിൻ്റെ ടോട്ടൽ കാണുക. ടോട്ടൽ എക്സ്പെൻസ് 1,25,000. Then Z proportion is 63,250. Then Y's proportion 41,900. Z proportion 19,850. Okay. Then the second method is the repeated distribution method. Okay. Then under repeated distribution method, the overhead expenses as per primary distribution summary are redistributed to production department as well as the service department on equitable basis. Usually, the basis of reapportionment is given the percentage. Under this method, the apportioning the overhead cost one service department, some proportion of overhead goes to the other service department is also. Then, hence, the cost of the service department are repeatedly shared to the other service department. Also, till the figure in service department becomes too small or negligible to be shared. Okay. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ അതിന് പ്രകടമായിട്ടുള്ള മാറ്റമുണ്ട്. കാരണം ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ പ്രധാനമായിട്ടും നമുക്കുണ്ടാകാവുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് തന്നെ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസേഷനിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ആ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ടുള്ള എക്സ്പെൻസ് ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മുഴുവൻ എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ ഓരോ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ എക്സ്പെൻസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കൺസേൺഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലഭിക്കുകയും ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊപ്പോർഷൻ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവിൽ അല്ലെങ്കിൽ ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ ഏറ്റവും നെഗ്ലിജിബിളായിട്ട് ഏറ്റവും ആ എക്സ്പെൻസ് 0 ആകുന്നോളം വരെ
ആ കൺസേൺഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകളെ നമ്മൾ റിപ്പീറ്റഡായിട്ട് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആ എക്സ്പെൻസിനെ റിപ്പീറ്റഡായിട്ട് തന്നെ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്ന രീതിയാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസിൻ്റെ പ്രൊപ്പോർഷൻ 0 ആകുന്നതോളം വരെ ഈ ഒരു പ്രക്രിയ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഉണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ a problem, a company having the 3 production department, that is A, B and C, and 2 service department, boiler house and pump room. The boiler house depending on pump room for supply of water, and pump house is depending on boiler house for power supply. The expenses incurred in production department as follows: production department A 4 lakh, production department B 3,50,000, production department C 2,50,000. The expense of boiler house is 1,70,000 and pump room 1,50,000. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. അതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി. ഇവരുടെ ഒരു കൺസേൺഡ് ഇയറിൽ ഉണ്ടായ എക്സ്പെൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 4 ലക്ഷം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി 3,50,000, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 2,50,000. ദെൻ പ്രധാനമായിട്ട് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ഉള്ളത്. ഒന്ന് ബോയിലർ ഹൗസും പമ്പ് റൂമും. ഓക്കെ, അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബോയിലർ ഹൗസിൽ 1,17,000, പമ്പ് റൂമിൽ 1,50,000. ഓക്കെ, ഈ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബോയിലർ ഹൗസും പമ്പ് റൂമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ദ എക്സ്പെൻസസ് ഓഫ് ദിസ് സർവീസ് കോസ്റ്റ് സെൻറ്റർ ഷുഡ് ബി അപ്പോർഷൻ ആസ് ഫോളോസ്. ഓക്കെ, നമ്മുടെ സർവീസ് കോസ്റ്റ് സെൻറ്ററിലെ എക്സ്പെൻസുകൾ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ബേസിസാണ് ഇവിടെ നൽകുന്നത്. ദെൻ എക്സ്പെൻസസ് ഓഫ് ബോയിലർ ഹൗസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് പമ്പ് റൂം. ഓക്കെ, നമ്മുടെ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒന്ന് ബോയിലർ ഹൗസും 2 പമ്പ് റൂമും. ആ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും എക്സ്പെൻസ് മറ്റുള്ള കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മളിവിടെ തന്നിരിക്കുന്നു. ദെൻ എക്സ്പെൻസ് ഓഫ് ബോയിലർ ഹൗസ്. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 20%, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 40% അലോക്കേറ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 30%. ദെൻ ബോയിലർ ഹൗസിന് പ്രൊപ്പോർഷൻ ഒരിക്കലും ബോയിലർ ഹൗസിൽ തന്നെ വരത്തില്ല. ദെൻ പമ്പ് റൂമിന് 10%. ഓക്കെ, ദെൻ എക്സ്പെൻസസ് ഓഫ് പമ്പ് റൂം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 40%, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 20%, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് 20%, ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബോയിലർ ഹൗസിന് 20%, പമ്പ് റൂമിന് 0. ഓക്കെ, then in view of the interdependence of department, redistribute the expense using the repeated distribution method and also calculating the overhead rate per hour. The production department A works 4,960 hours and B 4,800 hours and C 3,600 hours. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ അവർ 4,960 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി 4,800 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 3,600 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇനി സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ റീഅപ്പോർച്ച്മെൻറ്റ് ഓവർ ഹെഡ് അണ്ടർ റിപ്പീറ്റഡ് മെത്തേഡ്. ദെൻ പ്രധാനമായിട്ടും 5-6 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ്, ദെൻ സെക്കൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. 3 കോളം ഷുഡ് ബി പ്രൊവൈഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി. ദെൻ സെക്കൻഡ് 2 കോളം പ്രൊവൈഡ് ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് ബോയിലർ ഹൗസ്, പമ്പ് റൂം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഐറ്റം ഈസ് ടോട്ടൽ ഓവർ ഹെഡ്. ടോട്ടൽ ഓവർ ഹെഡ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 4 lakh, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി 3,50,000, then പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 2,50,000, then and boiler house 1,17,000, then പമ്പ് റൂം 1,50,000. ഓക്കെ, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും എക്സ്പെൻസുകളെ നമ്മൾ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ തന്നിരിക്കുന്ന പെർസെൻറ്റേജിലാണത് അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തെ എന്താണ്, ബോയിലർ ഹൗസിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബോയിലർ ഹൗസ് എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകളെയാണത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വീതം വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോയിലർ ഹൗസിന് എത്രയുണ്ട് എക്സ്പെൻസ്? 1,17,000. അതിനൊന്ന് ബ്രാക്കറ്റ് ഓഫ് ചെയ്യുക. ആ 1,17,000 നമ്മൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇവിടെ ബോയിലർ ഹൗസിൽ ഉണ്ടാകാവുന്ന എക്സ്പെൻസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്രൊപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്താണ് ബോയിലർ ഹൗസിൻ്റെ ഉണ്ടാകുന്ന എക്സ്പെൻസിൻ്റെ 20%, 20% മാറ്റുക. ബിയിലേക്ക് 40%, സിയിലേക്ക് 30%, ദെൻ പമ്പ് റൂമിലേക്ക് 10%. Therefore, the proportion is that 2:4:3:1 എന്ന പ്രൊപ്പോർഷനാണെന്ത് നമ്മൾ ബോയിലർ ഹൗസിലെ എക്സ്പെൻസുകളെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഹിയർ the total expense of boiler house is 1,70,000. Then the proportion of A is equal to 1,70,000 into 2 divided by 10. That is A's proportion is that 23,400. Then the B's proportion is that 1,70,000 into 4 divided by 10, that is 46,800. Then production department is C, 1,70,000 into 3 divided by 10, that is 35,100. Then boiler house nil. Then ബോയിലർ ഹൗസിനോട് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന 1,17,000 എന്നുള്ള ബ്രാക്കറ്റിൽ കാണിക്കുക. അതിൽ നിന്നാണ് നമ്മളെടുത്ത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ പമ്പ് റൂമിലേക്ക് വരുമ്പോൾ പമ്പ് റൂമിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1,70,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 11,700. ഓക്കെ, അപ്പോൾ എന്താണ്, ഒന്നാമത്തെ ബോയിലർ ഹൗസിലെ 1,17,000 നമ്മൾ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്താണ് ആ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് നമ്മൾ വീതിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ബോയിലർ ഹൗസിൽ നമുക്ക് വല്ല എക്സ്പെൻസുകളുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന മുഴുവൻ എക്സ്പെൻസുകളെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൺസേൺഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ വിഭജിച്ച് കൊടുത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും മിനിമം ലോവസ്റ്റ് ലെവലിലുള്ള വാല്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ എക്സ്പെൻസ് തീരുന്നോളം വരെ എന്താണ് നമ്മൾ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ബോയിലർ ഹൗസിൽ ഇനി എന്താണ് എക്സ്പെൻസുകളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പമ്പ് റൂമാണ്. ആ പമ്പ് റൂമിൽ മൊത്തം എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, പമ്പ് റൂമിൽ മൊത്തം എത്ര എക്സ്പെൻസ് ഉണ്ട്? ആദ്യത്തെ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 1,50,000 രൂപയും ബോയിലർ ഹൗസിലെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ച 1,17,000 10% അതായത് 11,700 രൂപയും കൂട്ടി 1,61,700 രൂപയാണ് ഇപ്പോൾ പമ്പ് റൂമിൽ അവശേഷിക്കുന്ന ടോട്ടൽ എക്സ്പെൻസ്. ഓക്കെ, അതെങ്ങനെ വന്നു? ഓപ്പണിംഗ് ബാലൻസ് 1,50,000, ബോയിലർ ഹൗസിൽ നിന്ന് ലഭിച്ച 11,700, അങ്ങനെ 1,61,700 രൂപയാണെന്ത് നമുക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ നോക്കുക, പമ്പ് റൂമിലെ എക്സ്പെൻസ് നമ്മൾ ഏത് പ്രൊപ്പോർഷൻ്റെ ബേസിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്? 40%, എയുടെ 40%, ബിക്ക് 20%, സിക്ക് 20%, ബോയിലർ ഹൗസിന് 2%. ദാറ്റ് ഈസ് ദ പമ്പ് റൂം അലോക്കേഷൻ പ്രൊപ്പോർഷൻ ഇസ് ദാറ്റ് 2:1:1:1. ഓക്കെ, അപ്പോൾ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ പമ്പ് റൂമിലെ മുഴുവൻ എക്സ്പെൻസ് എത്രയുണ്ട്? 1,61,700. എങ്ങനെ വന്നു? 1,50,000 ഉണ്ടായിരുന്നു. ബോയിലർ ഹൗസിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച 11,700 കൂട്ടി 1,61,700. അപ്പം എയുടെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 1,61,700 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് 64,680. ദെൻ ബീസ് 1,61,700 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5, that is 32,340. Then C ക്ക് സെയിം 32,340. then ബോയിലർ ഹൗസിൻ്റെ പ്രൊപ്പോർഷൻ 32,340. ഓക്കെ, അപ്പോൾ പമ്പ് റൂമിലുണ്ടായിരുന്ന 1,61,700 രൂപ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള എയ്ക്കും അതോടൊപ്പം തന്നെ ബിക്കും സിക്കും
ബോയിലർ ഹൗസിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ പ്രകാരം എന്താ പറയുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകൾ ഏറ്റവും സീറോ ലെവലിലേക്ക് വരുന്നതോടെ വല്ല എന്താണ് ഈ പ്രക്രിയ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എന്താ പറയുന്നത്, പമ്പ് റൂമിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ലഭിച്ച 32,340 രൂപ എവിടെയുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ബോയിലർ ഹൗസിലുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അടുത്ത ഈ 32,340 രൂപയെ നമ്മളെന്താണ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. എങ്ങനെ, 2:4:3:1 എന്ന പ്രൊപ്പോർഷനിൽ. എത്രയാണ്, 32,340. എങ്ങനെ കിട്ടി, നമുക്ക് പമ്പ് റൂമിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ലഭിച്ച 32,340 രൂപയാണ് ഇനി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് 32,340 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10, that is 6,468. then B's proportion 32,340 into 4 divided by 10, 12,936. then C's proportion 9,702. then pump room proportion 3,234. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കുക, പമ്പ് റൂമിൽ എന്താണ്, വീണ്ടും ബോയിലർ ഹൗസിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള 3,234 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പമ്പ് റൂമിലെ എക്സ്പെൻസായ 3,234 രൂപ ആ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് കൊടുക്കുക. 2:1:1 എന്ന അനുപാതത്തിൽ എയുടെ പ്രൊപ്പോർഷൻ 1,293, ദെൻ ബിക്ക് 647, സിക്ക് 647, ബോയിലർ ഹൗസിന് 647. നോക്കുക, അപ്പോൾ പമ്പ് റൂമിലെ എക്സ്പെൻസ് 0 ആയി. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബോയിലർ ഹൗസിൽ വീണ്ടും എത്ര വന്നു, 647. 647 നമ്മൾ 2:4:3:1 എന്ന പ്രൊപ്പോർഷൻ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്ക് 129, ബിക്ക് 259, സിക്ക് 194. പമ്പ് റൂമിൽ എന്താണ്, വീണ്ടും 65 വന്നു. ഓക്കെ, അപ്പം നമുക്ക് 0 ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, വീണ്ടും ഈ പ്രക്രിയ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇതൊരു ഗെയിം പോലെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 0 വരുന്നോളം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പമ്പ് റൂമിൽ എന്താണ്, വീണ്ടും 65 രൂപ വന്നു. ആ 65 രൂപ വീണ്ടും എന്താണ് നമ്മൾ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, 2:1:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ വരുമ്പോൾ എക്ക് 26, ബി 13, സി 13 ആൻഡ് ബോയിലർ ഹൗസിൽ 13. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും 0 ലെവൽ വരുന്നോളം വരെയാണ്. അപ്പം 0 ലെവൽ വന്നോ, ഇല്ല. അപ്പം എന്താണ്, ബോയിലർ ഹൗസിൽ ഒരു 13 രൂപ വന്നിട്ടുണ്ട്. ആ 13 രൂപയും നമ്മളെന്താണ് ബാക്കിയുള്ള കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാണ്, എയുടെ പ്രൊപ്പോർഷൻ എന്താണ് ബോയിലർ ഹൗസിലെ പ്രൊപ്പോർഷൻ 2:4:3:1 എന്ന പ്രൊപ്പോർഷനാണ്. നമുക്ക് 13 രൂപയേ ഉള്ളൂ. അപ്പോൾ എന്താണ് എയുടെ പ്രൊപ്പോർഷൻ 13 ഇൻറ്റു 2:10, that is 4. then and B is 13 into 4 divided by 10, that is 5. and C 13 into 3 divided by 10, that is 4. ഓക്കെ, അപ്പോൾ നോക്കുക, ആ 13 നമ്മൾ തന്നെ വീണ്ടും 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിഭജിച്ച് കൊടുത്തപ്പോൾ എന്താണ് നമുക്ക് ടോട്ടൽ 13 രൂപ ആയി. എന്താണ്, എക്ക് 4, ബിക്ക് 5, ദെൻ സിക്ക് 4, അങ്ങനെ 13. പിന്നീട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വല്ലതും കൊടുക്കാനുണ്ടോ, ഇല്ല. നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നിരിക്കുന്ന എക്സ്പെൻസുകൾ പൂർണ്ണമായിട്ടും നമ്മളെന്താണ് മറ്റുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വിഭജിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും മിനിമം ലോവസ്റ്റ് ലെവലിൽ എത്തുന്ന പോലെ എന്താണ് ഈ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആദ്യമേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതുന്നു. എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് 4 ലക്ഷം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ 3,50,000, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയുടെ 2,50,000. 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ബോയിലർ ഹൗസ് 1,70,000, പമ്പ് റൂമിൻ്റെ 50,000. അപ്പോൾ റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും എക്സ്പെൻസ് ഓരോ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുക. ആ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ഏറ്റവും നില്ലാകുന്ന സാഹചര്യം വരെ എന്താണ് നമ്മൾ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് റിപ്പീറ്റഡായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ്
ഏറ്റവും ലോവസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും സീറോ ലെവലിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് എത്തുന്നോടം വരെ എന്താണ് നമ്മൾ ഇവിടെ എന്താണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബോയിലർ ഹൗസിലെ പറയുകയാണെങ്കിൽ എന്താണ് 1,17,000 നമുക്കുണ്ടായിരുന്നത്. ആ 1,17,000 2:4:3:1 എന്ന പ്രൊപ്പോർഷൻ നമ്മൾ വിഭജിച്ച് കൊടുത്തപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 23,400, ദെൻ ബിക്ക് 46,800, സിക്ക് 35,100, ദെൻ പമ്പ് റൂമിന് 11,700 വന്നു. ദെൻ പമ്പ് റൂമിലെ 1,50,000 11,700 ചേർത്ത് 1,61,700 നമ്മൾ അടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിൻ്റെ പ്രൊപ്പോർഷൻ 2:1:1 എന്നുള്ള പ്രൊപ്പോർഷനാണ്. അപ്പം 64,680. ബിക്ക് 32,340, അഗെയിൻ സിക്ക് 32,340 ആൻഡ് ബോയിലർ ഹൗസ് 32,340. ദെൻ ബോയിലർ ഹൗസിലുള്ള 32,340 വീണ്ടും നമ്മൾ 2:4:3:1 എന്ന പ്രൊപ്പോർഷനിൽ വിധിക്കുക. അപ്പോൾ 6,468. ദെൻ 12,936 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക്, പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് 9,702. ദെൻ പമ്പ് റൂമിന് 3,234 ലഭിക്കും. അപ്പോൾ പമ്പ് റൂമിലെ 3,234 വീണ്ടും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിഭജിച്ച് കൊടുക്കുക. എയ്ക്ക് 1,293, ബിക്ക് 647, സിക്ക് 647, ബോയിലർ ഹൗസിന് 647. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബോയിലർ ഹൗസിൽ വന്ന 647 വീണ്ടും നമ്മൾ 2:4:3:1 എന്ന പ്രൊപ്പോർഷനിൽ വിധിക്കുമ്പോൾ 129 എക്ക്, ദെൻ ബിക്ക് 259, ദെൻ സിക്ക് 194, പമ്പ് റൂമിന് 65 വന്നു. ദെൻ ഈ 65 വീണ്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 26, 13, 13, 13 വന്നു. ദെൻ ആ 13 വീണ്ടും എന്താണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 4, ബിക്ക് 5, ദെൻ സിക്ക് 4. ഓക്കെ, അപ്പോൾ എത്രയായി? 13. അതിന് നമുക്ക് ഇനിയുണ്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ? ഇല്ല. അപ്പം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എന്താ പറയുന്നത് എക്സ്പെൻസ് 0 ആകുന്നോടം വരെ കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൺസേൺഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 4,96,000, ബി 4,43,000 ആൻഡ് സി 3,28,000. ദെൻ ബോയിലർ ഹൗസ് ആൻഡ് പമ്പ് റൂം ദ എക്സ്പെൻസ് ഈസ് നിൽ. ദെൻ അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എക്സ്പെൻസുകളെ ട്രാൻസ്ഫർ ചെയ്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകൾ 0 ആകുന്നോടം വരെ നമ്മൾ റിപ്പീറ്റഡായിട്ട് കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സിനെ നമുക്ക് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഇത് ലാസ്റ്റ് പാർട്ട് ഈസ് കാൽക്കുലേറ്റിംഗ് ഓവർ ഹെഡ് റേറ്റ്. ഓക്കെ, ദെൻ ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു overhead cost of each production department divided by number of hours work by each department. ഓക്കെ, ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എത്ര എന്താണ് അവരുടെ ഓവർഹെഡ് ഓഫ് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ഓവർഹെഡിനെ അതിൻ്റെ ടോട്ടൽ അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഹിയർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, ദ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 4,96,000. ദെൻ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് 4,960. Therefore, the overhead rate of A is equal to 4,96,000 divided by 4,960 is equal to 100. Then B is equal to 4,43,000 divided by 4,800, that is 92.29. Then department C 3,28,000 divided by 3,600, that is 91.911. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത പ്രധാനമായിട്ടും റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ആയിരുന്നു. ഓക്കെ, നമ്മൾ റീഅപ്പോർച്ച്മെൻറ്റ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഓവർഹെഡുകളെ കൺസേൺഡ് കോസ്റ്റ് യൂണിറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നതിൻ്റെ 4ാമത്തെ സ്റ്റെപ്പാണ്. അപ്പം റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡിലേക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തൊരു കാര്യം, നമുക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകാവുന്ന കോസ്റ്റുകളെ അതിൻ്റെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും
അതിനെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ റീഅപ്പോഴ്സ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണ് അത്തരത്തിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 4 മെത്തേഡുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ദെൻ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ആൻഡ് സ്റ്റെപ്പ് മെത്തേഡ്. അതിൽ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകാവുന്ന കോസ്റ്റുകളെ നമ്മൾ ഒന്നെങ്കിൽ ഈക്വലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ടോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ ഡയറക്റ്റായിട്ട് ആ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന രീതിയെ നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോ അനുപാതത്തിന് ആനുപാതികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസുകൾ 0 ആകുന്നതിനും വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു മെത്തേഡിനെ നമുക്ക് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലവുമാണ് നമ്മൾ ഈ ഒരു പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.